KR സാജു കൂടി ചേരുന്നുണ്ട്. സാജു, ഇവിടെ ഇപ്പം നേതാക്കൾ കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ UDF യോഗത്തിന് മുമ്പ് VD സതീശൻ പറയുന്നു നേതൃമാറ്റത്തെക്കുറിച്ച് അറിയുകയില്ല, അങ്ങനെ ഒരു സംഭവം മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്ന്. ആ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഗാർഗയ്ക്ക് കത്തയച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതാരും അറിയാനിട്ടല്ല, ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ അത് വേഗത്തിലാക്കാനുള്ള താല്പര്യം കുറച്ചു പേർക്കെങ്കിലും ഉണ്ട്. തിരുവഞ്ചൂരിന്റെ പ്രതികരണത്തിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിലൊന്നും അത് ചർച്ചയാകില്ല എന്ന് പറയുന്നത്? സുധാകരന് കൊടുക്കാനുള്ളത് എന്ത് എന്നതിലൊരു തീരുമാനമൊന്നും ആകാഞ്ഞിട്ടായിരിക്കുമോ? ധന്യ, കേരളത്തിൽ ഒരു നേതൃമാറ്റം ഉണ്ടാകുമെന്ന കാര്യം വസ്തുതയാണ്. പക്ഷേ അത് തിടുക്കപ്പെട്ട് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം അതിനകത്ത് കെ സുധാകരനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ ഹൈക്കമാൻഡും ആഗ്രഹിക്കുന്നുള്ളൂ. ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പുനഃസംഘടനയോടെ വീണ്ടും ക്ഷണിച്ചു വരുത്താൻ ഹൈക്കമാൻഡും ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിൽ നേതാക്കളുടെയൊക്കെ ഒരു മൂഡിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനാ പ്രശ്നങ്ങളും ചർച്ചയ്ക്ക് വന്നേക്കും എന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പിനൊരുങ്ങാനുള്ള ഒരു ഐക്യകാഹളം നൽകുന്നതിനാണ് ഹൈക്കമാൻഡ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. കേരളത്തിന് പുറമെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ നേതാക്കളെയും സമാനമായ രീതിയിൽ ഡൽഹിയിൽ വിളിച്ച് യോഗം ചേർന്ന് വരികയാണ്. ഇത്തരം പതിവുകൾ ഹൈക്കമാൻഡിന് ഉള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വരുന്നു. അതിന് പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം എത്തും. സ്വാഭാവികമായും അതിനുള്ള മുന്നൊരുക്കങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നേതാക്കൾക്കിടയിൽ ഐക്യമുണ്ടാക്കേണ്ടതുണ്ട്. അങ്ങനെ ഐക്യമില്ല എന്ന കാര്യം ഹൈക്കമാൻഡിനും വ്യക്തമാണ്. ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ട് അടക്കം ഹൈക്കമാൻഡിന്റെ മുന്നിലുണ്ട്. കേരളത്തിൽ സമൂലമായ മാറ്റം KPCC തലപ്പത്ത് വേണം എന്ന നിലയിൽ സുനിൽ കനകലുവിന്റെ ടീമിന്റെ ചില വിലയിരുത്തലുകൾ ഉണ്ട്. എല്ലാം ചേരുമ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ നേതൃമാറ്റം എന്നത് അനിവാര്യമാണ്. അതിന് പറ്റുന്ന ഏറ്റവും നിർണായകമായ ഘട്ടം ഏത് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിലേക്ക് അതിനുത്തരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചില സമവായങ്ങൾ നേതാക്കൾക്കിടയിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ ചില ചർച്ചകൾക്കുള്ള തുടക്കം, അല്ലെങ്കിൽ നേതാക്കളിൽ നിന്ന് തന്നെ കേരളത്തിൽ കൂടുതൽ സംഘടനാപരമായി ശക്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് ഉള്ള ഊന്നുന്ന അഭിപ്രായ പ്രകടനങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഒരു പൊളിച്ചുപണിയിലേക്ക് പോകുക എന്നതായിരിക്കും ഹൈക്കമാൻഡിൻ്റെ മനസ്സിലുണ്ടാവുക. എന്നായാലും ഇന്ന് അത് സംബന്ധിച്ച് മൂർത്തമായ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ സംഘടനാ തലത്തിൽ അഴിച്ചുപണി വേണം എന്ന അഭിപ്രായമുള്ള നേതാക്കളുടെ എണ്ണം ദിനം പ്രതി കൂടി വരുന്നു എന്നതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്, PJ കുര്യന്റെ വാക്കുകൾക്കിടയിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഇതൊക്കെയാണ്. അതായത് കേരളത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാനായി ചില അഴിച്ചുപണികൾ ആവശ്യമാണ് എന്ന വിലയിരുത്തൽ വിവിധ നേതാക്കൾക്കുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഏതെങ്കിലും അർത്ഥത്തിലുള്ള നേതൃമാറ്റം ചർച്ച ഉണ്ട് എന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന സമീപനം ഇപ്പോൾ പുറമേക്ക് സ്വീകരിക്കുന്നുണ്ട്. ഇന്നലെ VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ സ്വീകരിച്ച നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. അത് സ്വാഭാവികമായും ഒരു തർക്കത്തിന്റെ ഭാഗമാകാൻ അവർക്ക് താല്പര്യമില്ല എന്ന സന്ദേശം ഇപ്പോൾ താഴെത്തട്ടിലേക്ക് നൽകുന്നതിൻ്റെ കൂടി ഭാഗമാണ്. തങ്ങളും സുധാകരനും തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിൻ്റെ കൂടി ഭാഗമാണ് കാര്യങ്ങൾ. പക്ഷേ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ നേതാക്കളൊക്കെ എന്തു പറയും, കേരളത്തിൽ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ എന്തൊക്കെ വേണം എന്ന് സംബന്ധിച്ച് സ്വാഭാവികമായും അഭിപ്രായങ്ങൾ പറയേണ്ടി വരും. ആ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ പിന്നീട് ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഇന്ന് നേതൃമാറ്റം എന്നതിൽ മാത്രം ചർച്ചകൾ ഊന്നി നിൽക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഹൈക്കമാൻഡിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെയാണ്. അതിനുവേണ്ടി ഒരുങ്ങാനുള്ള നിർദ്ദേശങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഉണ്ടാകുക. ധന്യ.